ഐഫോൺ ഹാക്സ് സീരീസിലെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ മുമ്പത്തെ പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സെൻറ്റൻസോ അല്ലെങ്കിൽ പാസ്വേഡ്സോ എന്തായാലും അത് നമുക്ക് ഡെയിലി കീബോർഡിൽ ടൈപ്പ് ചെയ്ത് തന്നെ നമ്മളൊരു കീബോർഡ് എക്സ്റ്റൻഷനായിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്റ്റൻഷൻ പോപ്പപ്പ് ചെയ്യും, അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് പെട്ടെന്ന് അത് ആ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ജനറലിൽ പോവുക. ജനറൽ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ ഇവിടെ കീബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. കീബോർഡ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ കാണാൻ പറ്റും ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ മേളിലൊരു പ്ലസ് ഐക്കൺ കാണാം, പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫ്രേസ്, അവിടെയാണ് നമ്മൾ ഏത് എക്സ്റ്റൻഷനാണോ നമുക്ക് അവിടെ സേവ് ചെയ്ത് വെക്കേണ്ടത് അത് നമ്മളവിടെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഐഡിയ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി അതൊരു സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് വരെ എനിക്ക് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ അഡ്രസ്സ് അവിടെ പോപ്പപ്പ് ആയിട്ട് വരുന്നതിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അതിൻ്റെ ഇവിടെ തൊട്ട് താഴെ കാണാൻ പറ്റും നമ്മൾ ഏത് കീ പ്രസ് ചെയ്യുമ്പോഴാണ് അത് വരേണ്ടതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ അവിടെ @ എന്നാണ്, അത് 2 @ ഞാൻ അവിടെ എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നേരെ നമുക്ക് സഫാരി ഓപ്പൺ ചെയ്യാം. സഫാരി ഓപ്പൺ ചെയ്തിട്ട് അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു @ 2 തവണ പ്രസ് ചെയ്യുക. ഇപ്പോൾ കാണാൻ പറ്റുക അവിടെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഗോ കൊടുക്കുകയാണെങ്കിൽ അത് നേരെ എൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കീബോർഡ് എക്സ്റ്റൻഷൻസ് ഐഫോൺസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സീ യു.